പ്രഭാതഭേരി. മനസാക്ഷിയെ ഞെട്ടിച്ചു, മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിച്ചു എന്നൊക്കെ നാം ഇടയ്ക്കിടെ പറയാറുണ്ടല്ലോ. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും മുമ്പായി ഇത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ആ ഉള്ളിലെ ശബ്ദമാണ് മനസാക്ഷി. അത് നമ്മുടെ തീരുമാനങ്ങളെയും സമൂഹത്തിന്റെ ദിശയെയും സ്വാധീനിക്കുന്നു. യുദ്ധങ്ങൾ, അസമത്വം, സാമൂഹിക സംഘർഷങ്ങൾ, പരിസ്ഥിതി പ്രതിസന്ധികൾ എന്നിവ നേരിടുന്ന വർത്തമാനകാലത്ത് മനസാക്ഷിയോളം ശക്തമായ ഒരു മാർഗദർശി ഇല്ല തന്നെ. മനുഷ്യന്റെ ഉള്ളിലെ ശബ്ദമായ മനസാക്ഷിയെ ആഗോള സമാധാനത്തിന്റെ അടിസ്ഥാനമാക്കണമെന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് 2019 ഐക്യരാഷ്ട്രസഭ ഏപ്രിൽ 5 അന്താരാഷ്ട്ര മനസാക്ഷി ദിനമായി പ്രഖ്യാപിച്ചത്. നമ്മൾ ഓരോ ദിവസവും ഡിസിഷൻസ് എടുക്കാറുണ്ട് അല്ലെ? ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഡിസിഷൻസ് എടുക്കാറുണ്ട്. മനഃശാസ്ത്ര വിദഗ്ധ മനീഷ KP. പക്ഷെ ആ ഡിസിഷൻസ് എല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് ഗൈഡ് ചെയ്യുന്ന ഒരു ഇന്റേണൽ സിസ്റ്റം നമ്മളിലുണ്ട്. ശരിക്കും അതാണ് മനസാക്ഷി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാം ഹാളാന്ന് വിചാരിക്കുക. കുട്ടിക്ക് കോപ്പി അടിക്കാൻ ഒരു അവസരം കിട്ടുന്ന സമയത്ത് കുട്ടി ചെയ്താൽ തെറ്റാണോ ശരിയാണോ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും മനസാക്ഷി. സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിന്റെ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റിയിൽ മൈൻഡിന് 3 തലങ്ങളാണ് അഥവാ ഘടകങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു ഘടകമാണ് സൂപ്പർ ഈഗോ. ശരിക്കും അതാണ് നമ്മുടെ മോറൽ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സൂപ്പർ ഈഗോ ആണ് മനസാക്ഷിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഈ മനസാക്ഷി ഡിസിഷൻ മേക്കിംഗിൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് 3 രീതിയിൽ അതിനെ പറയാൻ സാധിക്കും. ഒന്നാമതായിട്ട് ശരിയും തെറ്റും എന്താണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. രണ്ടാമതായി തെറ്റായ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഗിൽട്ട് ഫീൽ ചെയ്യും. മൂന്നാമതായിട്ട് ലോങ് ടേം കോൺസിക്വൻസസ് എന്താണെന്ന് ചിന്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു ഇമ്മീഡിയറ്റ് ഗെയിൻ മാത്രം നോക്കാതെ ഫ്യൂച്ചർ ഇമ്പാക്റ്റ് കൂടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ഈ മനസാക്ഷി എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മളെ ഒരു നല്ല ഡയറക്ഷനിലോട്ട് നയിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് ടൈം ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് പോസ്, ആ ഒരു ഇന്നർ വോയിസിനെ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം കുറെ കണക്കോ ഇംഗ്ലീഷോ പഠിച്ചവരെ സൃഷ്ടിക്കുകയല്ല. വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ BS വാര്യർ. നേരെ മറിച്ച് നല്ല മനുഷ്യരെ സൃഷ്ടിക്കുകയാണ്. ആരാണ് നല്ല മനുഷ്യർ? സ്വന്തം കാര്യം കാര്യക്ഷമമായി ചെയ്തു തീർക്കുന്നവരാണോ? വ്യക്തിപരമായി വിജയിക്കുന്നവരാണോ? വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നവരാണോ? ഇവരൊന്നുമല്ല എന്നതാണ് വാസ്തവം. അന്യരുടെ ദുഃഖത്തോട് അനുകമ്പ കാണിക്കുന്നവർ, ഒരു പടി കൂടെ കടന്നാൽ അവരുടെ ദുഃഖം പങ്കിടാൻ കഴിയുന്നവർ, അവരെ പോലെ ചിന്തിക്കാൻ കഴിയുന്നവർ, ആ തരത്തിലുള്ളവരാണ് നല്ല മനുഷ്യർ നമുക്ക് പറയേണ്ടി വരും. ആ തരത്തിലുള്ള വ്യക്തികൾ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ സമൂഹത്തിൽ പൊതുവെ പരസ്പര ബന്ധം ശക്തമാകും. ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് വരികിൽ വിദ്യാർത്ഥികളിൽ ഈ തരത്തിൽ ചിന്തിക്കുന്ന പ്രവണത സൃഷ്ടിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്തറിയാം, എത്ര അറിയാം എന്നുള്ളതിലല്ല അന്യർക്ക് താല്പര്യം. നേരെ മറിച്ച് നിങ്ങൾ അന്യർക്ക് എന്തു സേവനം ചെയ്തു, എത്ര അനുകമ്പയോടെ പെരുമാറി, ഈ കാര്യങ്ങളാണ് മനസ്സിൽ വരേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പാഠ്യക്രമം രൂപപ്പെടുത്തുന്നവരും ഇക്കാര്യങ്ങളുടെ മനസ്സിൽ വെച്ച് വിദ്യാർത്ഥികളുടെ മാനസികമായ വളർച്ചയിൽ ഈ തരത്തിലുള്ള ചിന്തകൾ കൂടി ഉൾച്ചേർക്കാൻ പരമാവധി ശ്രമിക്കുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കും. മനുഷ്യാവകാശ പ്രവർത്തക ശശികല സഞ്ജീവ്. നീതി നിഷേധിക്കുന്നിടത്ത് പ്രതികരിക്കുക എന്നത് ഏതൊരു മനുഷ്യന്റെയും കടമയാണ്. എന്നാൽ പലർക്കും പ്രതികരിക്കാൻ പേടിയാണെന്ന്. കാരണം പ്രതികരണശേഷിയുള്ളവർക്ക് പലപ്പോഴും ഈ സമൂഹത്തിൽ നിന്നും കനത്ത വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. മനസാക്ഷി എന്നത് ഓരോ മനുഷ്യന്റെയും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രത്യേകതരം പ്രേരക ശക്തിയാണ്. ചിലർക്കത് കുട്ടിക്കാലം മുതലേ സ്പോണ്ടേനിയസ് ആയി പകർന്നു കിട്ടുന്നു. കാരണം നമ്മുടെ ആദ്യത്തെ വിദ്യാലയം എന്നത് നമ്മുടെ വീട് തന്നെയാണല്ലോ. വീട്ടിൽ നിന്നും കിട്ടുന്ന ആ ട്രെയിനിങ് പിന്നീട് സ്കൂളിലെത്തുമ്പോൾ അധ്യാപകർ ഊട്ടിയുറപ്പിക്കുന്നു. ഈ അറിവുകൾ അവനെ സമൂഹത്തിൽ പ്രതികരണശേഷിയുള്ളവനായി വാർത്തെടുക്കാൻ സഹായിക്കുന്നു. എന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ എന്ന ചിന്ത ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കുട്ടിക്കാലം മുതലേ ആർജിച്ചെടുക്കണം. അനീതി കണ്ടാൽ പേടി കൂടാതെ പ്രതികരിക്കാൻ ഓരോ വ്യക്തിയും മനസ്സിനെ പഠിപ്പിക്കണം. പേടി കൂടാതെ പലരും പ്രതികരിച്ചതിന്റെ ഫലമാണല്ലോ ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ. നമ്മുടെ മനസാക്ഷി എന്നത് ആണ് ഏറ്റവും വലിയ കോടതി എന്ന് എൻ്റെ അമ്മ എൻ്റെ കുട്ടിക്കാലം മുതലേ എനിക്ക് പകർന്നു നൽകിയ ഒരു അറിവായിരുന്നു. എന്താണ് മനസാക്ഷി? മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എല്ലാ കോടതികൾക്കും മുകളിലുള്ള പരമോന്നത നീതിപീഠമാണത്. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിലെ വിദ്യാർത്ഥി തമീം ഇഹ്സാൻ. നിയമങ്ങളോ ശിക്ഷയോ ഭയന്നല്ല, മറിച്ച് ഇത് ശരിയാണ് എന്ന് ആന്തരിക ബോധ്യത്തോടെ പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ശക്തിയാണത്. ഡിജിറ്റൽ യുഗത്തിൽ സത്യവും അസത്യവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോയിരിക്കുന്നു. ഒരു ക്ലിക്ക് കൊണ്ട് ഒരാളുടെ ജീവിതം തകർക്കാനോ ഒരു നുണ ആയിരങ്ങളിലേക്ക് എത്തിക്കാനോ നമുക്ക് സാധിക്കും. ഇവിടെയാണ്
നമ്മുടെ മനസാക്ഷി ഒരു നൈതിക വടക്കുനോക്കി യന്ത്രമായി പ്രവർത്തിക്കേണ്ടത്. സാങ്കേതിക വിദ്യയ്ക്ക് വിവരങ്ങൾ നൽകാൻ കഴിയും. എന്നാൽ ആ വിവരങ്ങൾ നന്മയ്ക്കായി ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ മനസാക്ഷിയാണ്. ഒരു സന്ദേശം പങ്കുവെക്കുന്നതിന് മുൻപ്, ഒരാളെ സൈബർ ലോകത്ത് അധിക്ഷേപിക്കുന്നതിന് മുൻപ് നമ്മുടെ ഉള്ളിലെ ആ ശബ്ദത്തോട് നമ്മൾ ചോദിക്കണം, ഇത് നീതിയുക്തമാണോ? മറ്റാരും കാണുന്നില്ലെങ്കിലും സ്വന്തം മനസാക്ഷിയുടെ മുന്നിൽ തോറ്റുപോകാതിരിക്കുക എന്നതാണ് ഒരു വ്യക്തിക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ വിജയം. നമുക്ക് സാങ്കേതികമായി വളരാം, അതോടൊപ്പം തന്നെ മാനവികതയിലും വളരാം. സത്യത്തിനും നന്മയ്ക്കും വേണ്ടി നിലകൊള്ളാൻ നമ്മുടെ മനസാക്ഷിയെ നമുക്ക് എപ്പോഴും ഉണർത്തി നിർത്താം. ആത്മീയ ആചാര്യനും മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ട്രെയിനറുമായ സദ്ഗുരു ഹേമന്ത ശങ്കര. സ്നേഹവും കരുണയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. കരുണയുള്ളവനാവുക എന്നാൽ നിങ്ങൾ സ്നേഹത്തിലാവുക എന്നാണ് അർത്ഥം. സ്നേഹം നിങ്ങൾ അറിയാതെ സംഭവിക്കുന്ന വളർച്ചയാണ്. നിങ്ങൾ അറിയാതെ അത് വളരുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് വരുന്ന കരുണ അത് മറ്റുള്ളവരിലേക്ക് ഒരു അരുവിയായി ഒഴുകുന്നു. സ്നേഹം ഒരു പ്രാർത്ഥനയാണ്. കരുണ മറ്റൊരാളുടെ മനസ്സിൽ തീർത്ത ജലമായി മാറുന്നു. സ്നേഹം പൂവിൽ നിന്ന് വിരിയുന്ന സുഗന്ധം പോലെ മറ്റുള്ളവരുടെ മനസ്സിൽ ആനന്ദം സൃഷ്ടിക്കുന്നു. കരുണയെയും ധർമ്മത്തെയും വേർപെടുത്തി നിർത്താൻ കഴിയില്ല. കാരണം കരുണ സമൂഹത്തിൽ അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ പകരം വെക്കുന്നു. സ്നേഹം പൂന്തോട്ടത്തിലെ പൂക്കൾ വിടരുന്നത് പോലെ അത് സമൂഹത്തിൽ ഉണർവ് സൃഷ്ടിക്കുന്നു. സ്നേഹിക്കുന്ന ഒരുവന് കലഹിക്കാൻ കഴിയില്ല. കാരണം അവന്റെ സ്നേഹം കരുണയായി നിമിഷ നേരം കൊണ്ട് പരിവർത്തനപ്പെടുന്നു. സ്നേഹവും കരുണയും സമൂഹത്തിൽ ഒരു പ്രസരണമായി മാറണം. ലയോള കോളേജ് ഓഫ് സോഷ്യൽ സയൻസസിൽ അധ്യാപികയായ ഡോക്ടർ വിനമോൾ ദേവസി. എങ്ങനെയാണ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കേണ്ടത്, അഥവാ എങ്ങനെയാണ് സ്വാഭാവികമായി യുദ്ധങ്ങൾ അവസാനിക്കാറുള്ളത്? യുദ്ധാനന്തര കരാറുകൾക്ക് അഥവാ ഉടമ്പടികൾക്ക് അതിൽ നിർണായക പങ്കുണ്ട്. എന്നാൽ ഔദ്യോഗിക കരാറുകൾ എത്ര ബൗദ്ധികമായി ആലോചിച്ച് തയ്യാറാക്കുന്നവയാണെങ്കിലും സംഘർഷത്തിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ് അവ കൈകാര്യം ചെയ്യുന്നത്. നോർവീജിയൻ സോഷ്യോളജിസ്റ്റായ യോഹാൻ ഗാൽട്ടൺ 2 തരം സമാധാനത്തെ നമുക്ക് മുമ്പിൽ എടുത്തു കാട്ടുന്നുണ്ട്: നെഗറ്റീവ് പീസും പോസിറ്റീവ് പീസും. കരാറുകൾ സാധാരണയായി നെഗറ്റീവ് പീസ് അഥവാ യുദ്ധമില്ലാത്ത അവസ്ഥ ഉറപ്പാക്കുമ്പോൾ പോസിറ്റീവ് പീസ് എന്നത് മനുഷ്യന്റെ ആന്തരിക ബോധത്തിലും ഒപ്പം സാമൂഹിക ഘടനയിലുള്ള അസമത്വത്തിലും ഉണ്ടാകേണ്ട മാറ്റത്തിന്റെ അനിവാര്യതയെ സൂചിപ്പിക്കുന്നു. നോബർട്ട് എലിയാസ് എന്ന ചിന്തകൻ ഒരു പ്രത്യാശ നൽകുന്നുണ്ട്: മനുഷ്യന്റെ കൂട്ടായ ബോധ്യത്തിന് മാറ്റം സാധ്യമാണ്. നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ഇമ്പൾസീവ് വയലൻസ് എന്നതിനെ ആത്മനിയന്ത്രണം കൊണ്ട് നേരിടാൻ മനുഷ്യരാശിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരുടെ ബോധമാണ് ഉണരേണ്ടത്? ആരുടെ ബോധ്യത്തിലേക്കാണ് വെളിച്ചം വീശേണ്ടത്? ഹയർ കോൺഷ്യസ്നസ് എന്നത് ചരിത്രത്തിൽ എന്നും ആധിപത്യത്തിന്റെ മറയായിരുന്നു. സുസ്ഥിരമായി സമാധാനം ഉണ്ടാകണമെങ്കിൽ സാമൂഹിക ഘടനാക്രമങ്ങളുടെയും കൂട്ടായ ധാർമ്മിക ബോധത്തിന്റെയും ഒരു സഹപരിണാമം ആവശ്യമാണ്. ഉടമ്പടികൾ ഒരു പടിവാതിലാണ്. മാറ്റം ആഗ്രഹിക്കുന്ന കൂട്ടായ പൊതുബോധത്തിന് മാത്രമേ ആ പടിവാതിലിനപ്പുറമുള്ളതിനെ നിലനിർത്താൻ കഴിയൂ. മുൻ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡറും മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് PM ആതിര. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന നീതി നടപ്പിലാക്കൽ സംവിധാനം എന്നുള്ളതിന് ഒരുപാട് പരിമിതികളുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് സാധാരണ മനുഷ്യർ നടത്തുന്ന ആലോചനകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് നീതിന്യായ സംവിധാനങ്ങൾക്കകത്ത് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം തെളിവുകൾ ശേഖരിക്കാനും സാധിച്ചു എന്നുള്ളതാണ് കോടതി മുറികൾക്കകത്ത് എത്തുന്ന സമയത്ത് പരിശോധിക്കപ്പെടുന്നത്. പ്രതികളെ വിട്ടയക്കുന്നത് മതിയായ തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ പോയി എന്നുള്ള കാരണം കൊണ്ടാണ്. ഈ സംവിധാനത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം, നടന്ന ക്രൈം ആകട്ടെ അതിനുള്ള കാരണങ്ങളാകട്ടെ അതൊന്നും ഒരു മനസാക്ഷി വെച്ചുള്ള ആലോചനകൾ നടക്കുന്നില്ല, തെളിവുകൾ വെച്ചുള്ള ആലോചനകൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു പരിമിതി. ജയമോഹൻ സാറിന്റെ 100 സിംഹാസനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ചോദിക്കുന്നുണ്ട്, ഒരു നായാടി ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെ ഭാഗത്ത് നിന്ന് IASന്റെ ഒരു ഇന്റർവ്യൂ വേളയിൽ ഇതിലെ കഥാനായകനോട് ചോദിക്കുന്നുണ്ട്. അത് കൊലപാതകമാണെങ്കിൽ പോലും ഞാൻ നായാടിക്കൊപ്പം എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട് അതിനകത്ത്. ആ നിലപാട് എന്ന് പറയുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള ആലോചനയിൽ നിന്ന് യഥാർത്ഥത്തിൽ അത്തരം ഒരു ചോദ്യം ഇന്ന് നിലനിൽക്കുന്ന നീതിന്യായ സംവിധാനത്തോട് ആരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ക്രൈം ആര് ചെയ്തു കഴിഞ്ഞാലും അതിനെ ഒരേ നിലയ്ക്ക് കാണണം എന്നുള്ളതാണ് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ എന്ന് ആർട്ടിക്കിൾ 14 ഭാഗമായിട്ട് പറയുന്നത്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ രാഷ്ട്രീയ തീരുമാനങ്ങൾ മാത്രം മതിയാവുകയില്ല. മനുഷ്യത്വപരമായ സമീപനവും കരുണയും അനിവാര്യമാണ്. ഓരോ പ്രവൃത്തിയും മറ്റൊരാൾക്ക് ദോഷമുണ്ടാക്കുന്നുണ്ടോ, സമൂഹത്തിന് ഗുണകരമാണോ എന്നീ ചിന്തകളാണ് നമ്മെ നയിക്കേണ്ടത്.
ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിക്കാൻ നമ്മുടെ മനസാക്ഷി നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ നാം യഥാർത്ഥ ആഗോള പൗരന്മാരാകുന്നു. അന്യായത്തെ എതിർക്കുകയും സത്യം പറയുകയും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് നല്ലൊരു സമൂഹം നമുക്ക് നിർമ്മിക്കാനാവുക.